കുറച്ചു മതി, ഭൗതിക ജീവിതം നടക്കട്ടെ എന്നു കരുതിയുള്ള ജീവിതമായാൽ അള്ളാഹുവിന്റെ മശീഅത്തുണ്ടെങ്കിൽ അവന് മഗ്ഫിറത്ത് ലഭ്യമാകും, ഇല്ലെങ്കിൽ ഫഖദ് ഖാബ, അവൻ പരാജയം അനുഭവിക്കേണ്ടി വരും. എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തന്നുകൊള്ളണം എന്നും ഇല്ല. മനുഷ്യന്റെ ഒരുപാട് പ്രതീക്ഷകളിൽപ്പെട്ട ഒരു പ്രതീക്ഷയാണ് പരിശുദ്ധമായ ഹജ്ജ്. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കണം എന്ന് കൊതിക്കാത്ത ആളുകൾ ഭൂമിയിൽ വിശ്വാസികളായി, മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കുന്നവരിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഒരുപാട് പ്രവാചകന്മാരുടെയും പരിശുദ്ധമായ പാദസ്പർശമേറ്റ മണ്ണ്, ലക്ഷക്കണക്കായ ഇരട്ടി പുണ്യം ലഭിക്കുന്ന അമലുകളുടെ പരിശുദ്ധമായ ഇടം, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് സ്ഥാപിക്കപ്പെട്ട ഹജറുൽ അസ്വദുള്ള സ്ഥാനം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് കഅബയുടെ നിർമ്മാണത്തിന് മഹാനവറുകൾ ഉപയോഗിച്ച പരിശുദ്ധമായ കല്ല്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിൽ അള്ളാഹു നൽകിയ മുഅ്ജിസത്തിന്റെ അംശമായി ഇന്നും ലോകത്തുള്ള ജനത കുടിച്ചു ദാഹം തീർക്കുകയും വറക്കത്തെടുക്കുകയും ചെയ്യുന്ന സംസമിന്റെ മണ്ണ്, ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് തന്നെ പാപമോചനം തേടിയാൽ മതി എന്ന നിബന്ധനയിൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും കഴുകി വൃത്തിയാക്കി ശുദ്ധ മനസ്കനായി തിരികെ വിടുന്ന പരിശുദ്ധമായ അറഫ, മിന, മുസ്ദലിഫ, ഈ പരിശുദ്ധമായ രംഗങ്ങളെ ഒന്ന് സ്പർശിക്കാനും നേരിട്ട് അനുഭവിക്കാനും കൊതിക്കാത്തവർ ലോകത്താരാ ഉള്ളത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തിയത് തന്നെ وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സ്ഥാനവും മന്ദിരവും നാം സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് നൽകിയ ഉപദേശം, അല്ലാ തുശ്രിക് ബി ശൈആ, നിങ്ങളോ നിങ്ങളുടെ തലമുറയിൽ പിറവി കൊള്ളുന്നവരോ നിങ്ങൾക്ക് പ്രബോധന ദൗത്യം നാം ഏൽപ്പിച്ചു തന്നിട്ടുള്ള ആളുകളോ അവരാരും എനിക്ക് പങ്കുവെക്കുന്ന ആളുകളായി മാറരുത്. അങ്ങനെ ഒരു സ്വഭാവം ശീലിക്കുന്നവർ നിങ്ങളുടെ വാക്കു കേൾക്കുന്നവരിൽ ഉണ്ടാകരുത് എന്നാണ്. നിങ്ങളുടെ പിൻതലമുറക്കാരായി ലോകത്ത് കടന്നു വരാനുള്ള ജനതകളിലും ഉദയം കൊള്ളരുത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ ആജ്ഞ. തന്നെയുമല്ല, വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റിലും തവാഫ് ചെയ്യാനും നമസ്കരിക്കുവാനും സുജൂദിൽ വീഴുവാനും അല്ലാഹുവിനോടുള്ള ഭക്തി കാണിക്കുന്ന വിനയാന്വിതനായ അടിമ ഓടി നാനാ ഭാഗത്തു നിന്നും ഓടി വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം ഇബ്രാഹിം നബിയെ എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ആജ്ഞാപനം നൽകിയത്. അത് കൃത്യമായി ശിരസ വഹിച്ച് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പാട് ചെയ്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തുള്ള ജനതകൾക്കൊക്കെ ഹജ്ജിന്റെ വിളംബരം നടത്തി അല്ലാഹുവിലേക്ക് യാത്രയായത്. തൗഫീഖുള്ളവർക്ക് ഓരോ വർഷങ്ങളിലും പോകാൻ സൗഭാഗ്യമുണ്ടാകും. ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒന്ന്, ചില ആളുകൾക്ക് കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ പലപ്പോഴായി. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ഒരുപാട് തവണ ഹജ്ജിനും ഉംറക്കും നീ വിധി കൂട്ടണേ അല്ലാഹ്. ആരോഗ്യപരമായി, ശാരീരികപരമായി, സാമ്പത്തികപരമായി അനുകൂല വഴികളെ തുറന്നു തരണേ റബ്ബേ. ഈ വർഷം ഞങ്ങളുടെ മഹല്ലിൽ നിന്ന് ഏകദേശം ഒരു 33ഓളം ആളുകൾ, 32ഓളം വരുന്ന ആളുകൾ ഹജ്ജിന് പുറപ്പെടുകയാണ്. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും ഉംറയും നിന്റെ ഔദാര്യം കൊണ്ട് നീ കനിഞ്ഞു നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഓടിയെത്തുന്ന ആളുകൾക്കെല്ലാം
മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നൽകണേ റബ്ബേ. ആ പരിശുദ്ധ ദൗത്യ നിർവഹണത്തിന് റബ്ബേ വൈകാതെ ഒരു ഭാവിയിൽ ഞങ്ങളെയും തെരഞ്ഞെടുക്കണേ അല്ലാഹ്. അതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ എല്ലാ ആളുകൾക്കും പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. റബ്ബിന്റെ ഖദാ കൂടെ അതിൽ പ്രധാന ഘടകമാണ്. എന്നാൽ ഓരോ വർഷങ്ങളിലും ഹജ്ജിന് പുറപ്പെടുന്ന ആളുകളെ ഞങ്ങൾക്കും കൊതിയുണ്ട്. പക്ഷേ റബ്ബിന്റെ ഖദാവും അല്ലാഹുവിന്റെ ഈ വർഷത്തെ തൃപ്തിയും നിങ്ങളുടെ കൂടെയാണ് എന്ന് അവരെ അറിയിച്ച് അവരോട് നല്ലപോലെ യാത്രയപ്പ് നൽകി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് നല്ലപോലെ ഹജ്ജിന് പറഞ്ഞു വിടുന്ന ഒരു സിസ്റ്റം മുൻഗാമികളിലും ഉണ്ടായിരുന്നു. അതൊരു ഹൃദയവേദനയാണ്. സമ്പത്തുണ്ട്, പോകാൻ കഴിയണില്ല. ആരോഗ്യമുണ്ട്, പോക്ക് നടക്കണില്ല. എല്ലാം ഉണ്ട്, എന്താണെന്നറിയില്ല, വിളി വന്നിട്ടില്ല. ഈ ആശങ്കകളൊക്കെ നമ്മൾക്ക് വൈകാതെ അടുത്ത ഭാവിയിൽ തന്നെ പരിഹാരം കണ്ടെത്താനാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുൻഗാമികളിലെ ചില സാലിഹീങ്ങളായ മഹത്തുക്കളിൽ നടന്ന ഒരു സംഭവത്തെ മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ ഹജ്ജാജിമാർ കൂട്ടം കൂട്ടമായി വാഹനങ്ങളിൽ ഹജ്ജിന് യാത്ര പുറപ്പെടുമ്പോൾ മുൻഗാമികളിൽ ജീവിച്ചിരുന്ന ഒരു മഹാനെ കുറിച്ച് ചരിത്രം പറയുകയാണ്. അവരുടെ അരികിലേക്ക് ഓടി വരികയാണ്. ചെറിയ അടിമകൾ അവരുടെ ഉടമകളുടെ മുമ്പിൽ പൊരുത്തം തേടി കേണപേക്ഷിച്ചു കൈകൂപ്പി നിൽക്കുന്ന പോലെ അവരുടെ കൈകൾ പിടിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് സാധ്യമാകുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവർ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ പിറകിൽ നടന്ന് അടങ്ങാത്ത സ്നേഹവും ഹൃദയത്തിന്റെ അടുപ്പവും കഅബയിലെത്താനുള്ള തൗഫീഖ് ഇല്ലാത്ത കാരണത്താൽ യാത്ര പുറപ്പെടുന്ന ഹജ്ജാജിമാരുടെ കൈകളിൽ കൊടുത്തയച്ചിരുന്നവർ. എന്നിട്ട് ആ സാലിഹായ മനുഷ്യനെ കുറിച്ച് ചരിത്രം പറയുകയാണ്. ഹാദിഹി ഹസ്റത്തു മൻ ഇൻഖതഅ അനിൽ വുസൂലി ഇലൽ ബൈത്ത്. പൊട്ടി പൊട്ടി കരയുകയാണ്. വയബ്കീ ഫവഖഫ യബ്കീ. കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ആ യാത്രക്കാരനായ ആളെ കൃത്യമായി കണ്ണ് മറയും വരെ നോക്കി നിന്ന് യാത്ര പിരിയുന്നത് വരെ കണ്ണുനീരിൽ അയാളെ കാത്തുനിന്ന് ആ മഹാനെ കുറിച്ച് ചരിത്രം പറയുകയാണ്. അടിമ ചെയ്യാറുള്ള പോലെ ഒരു ഉടമയുടെ മുമ്പിൽ കാണിക്കുന്ന വിനയമെല്ലാം യാത്രക്കാരെ മുമ്പിൽ കാണിച്ച് അയാളങ്ങ് കണ്ണിൽ നിന്നും മറയുന്ന തരത്തിൽ ദൂരേക്ക് മരുഭൂമിയുടെ ഊശ്വരതയിൽ ചലിച്ചു ചലിച്ച് കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ഒരു നെടുവീർപ്പിട്ടിട്ട് അയാൾ പറയാണ്, ഹാദിഹി ഹസ്റത്തു മൻ ഇൻഖതഅ അനിൽ വുസൂലി ഇലൽ ബൈത്ത്. കഅബ കാണാൻ കൊതിയുണ്ട്, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു അതിന് ഈ വർഷം തൗഫീഖ് തന്നില്ല. പക്ഷേ ആ ഹജ്ജിന് പോകുന്ന ആളുകളെ കാണാനുണ്ട്. ഈ പരിശുദ്ധമായ കഅബയിൽ അണയാൻ കഴിയാത്ത ഹജ്ജ് ദാഹിക്കുന്ന ഒരു പ്രണയിനിയായ ഒരു മനുഷ്യന്റെ പ്രണയാർദ്രമായ ഹൃദയത്തിന്റെ വേദന ഇതാണെങ്കിൽ ആ മഹാൻ പറയുകയാണ്, ഫകൈഫ തകൂനു ഹസ്റതു മൻ ഇൻഖതഅ അനിൽ വുസൂലി ഇലാ റബ്ബിൽ ബൈത്ത്. ആ കഅബയുടെ ഉടമയായ അല്ലാഹുവിനെ ഹൃദയത്തിൽ തട്ടി സ്നേഹിച്ച ഒരു കാമുകന്റെ ഹൃദയവേദന എത്രമേൽ കാഠിന്യമുള്ളതായിരിക്കും എന്ന് ആ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കവിത കൂടി കരഞ്ഞുകൊണ്ട് പാടിയത്രേ, ജിസ്മി മഈ ഗൈറ അന്ന റൂഹ ഇൻദകും. എനിക്ക് നാട്ടിൽ നിൽക്കാനാ യോഗം, നിങ്ങൾ ഹജ്ജിന് പോവുകയാണ്. എന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ തന്നെയാണ്, എന്റെ ശരീരമോ നിൽക്കുന്നത് നാട്ടിലാണ്. ഫൽ ജിസ്മു ഫീ ഗുർബത്തിൻ വറൂഹു ഫീ വതനി. പരിശുദ്ധമായ കഅബയിലാണ് എന്റെ ആത്മാവിനെ ഞാൻ പറഞ്ഞേക്കുന്നത്. എന്റെ ശാരീരിക സ്ഥിതി ഈ നാട്ടിലാണെങ്കിലും ഞാൻ ഇതുകൊണ്ട് പൊരുത്തപ്പെടുകയാണ്. എന്റെ ആത്മാവിനെ യാത്രാ സംഘമേ നിങ്ങളുടെ കൂടെ ഇതാ പറഞ്ഞു വിടുന്നു എന്ന്. ഇതൊരു വല്ലാത്ത ഹൃദയവേദനയാണ്. അല്ലാഹുവേ, ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന്
നിന്ന് പിറവി കൊള്ളുന്ന ഒരു മനുഷ്യന്റെ പരിശുദ്ധി ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായാൽ അവർക്ക് നീ നൽകുന്നുവല്ലോ അല്ലാഹുവേ, അവർക്ക് നീ ചൊരിയണേ അല്ലാഹ്. തുല്യമായ മഗ്ഫിറത്തും റഹ്മത്തും റബ്ബേ ഞങ്ങൾക്കും നീ ചൊരിയണേ തമ്പുരാനെ. ലോകമെമ്പാടുമുള്ള ഹജ്ജ് ചെയ്യാത്ത ജനതയും അവരുടെ പ്രാർത്ഥനയുടെ ഇടം തേടി കാത്തിരിക്കുകയാണ്. ഗുനാഹും പേഹും ശർമിന്ദാ ഇലാഹി ദർഗുസർ മേ ദർഗുസർ കർ ദേ. അല്ലാഹുവേ, തെറ്റുകളിൽ മുഴുകി ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ ലജ്ജയുണ്ട്. ഇലാഹി ദർഗുസർ കർ ദേ, എനിക്കൊന്ന് പുറത്തു തരൂ പഠിച്ചോനെ. ബഡാ മുജ്രിം ഹൂ मैं तेरा ഇലാഹി ദർഗുസർ കർ ദേ. ഞാൻ വലിയ പാപിയാണ് പഠിച്ചോനെ. കോടാനുകോടി ആളുകളുടെ പ്രാർത്ഥനയിലെങ്കിലും അറഫയുടെ ആ പരിശുദ്ധമായ സന്ദർഭങ്ങളിലെ പ്രാർത്ഥനയിലെങ്കിലും ഒരിടം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പഠിച്ചവനെ, ഞങ്ങൾക്ക് അതിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ തമ്പുരാനെ. അതിനെ ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഹജ്ജും ഉംറയും ചെയ്ത് കൂലി വാങ്ങാൻ ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. മനസ്സിലാക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തായാലും ഇപ്പൊ എല്ലാവർക്കും പോകാൻ കഴിയില്ലല്ലോ, അതൊരു സത്യാവസ്ഥ തന്നെയല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് പരിശുദ്ധമായ അറഫയിലും, അറഫ കണ്ണോണ്ട് കാണാൻ വിശാലമാണ്, മസ്ജിദുൻ നബിയൊക്കെ പരന്ന് കിടക്കുകയാണ് ആ പള്ളി. വർഷത്തിലെ ഒരു ദിവസം മാത്രം ളുഹറും അസ്റും ജംആയി നമസ്കരിക്കാൻ തുറക്കുന്ന മസ്ജിദുൻ നബിറ അങ്ങനെ പരന്നു കിടക്കാണ്. എന്നാലും ഈ ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാരും കയറി ചെന്നാൽ ഉൾക്കൊള്ളാൻ പ്രാപ്തമല്ലല്ലോ നഗരം. എന്നാ എല്ലാ നാട്ടിലും പെട്ടവർക്ക് പോകണ്ടേ? എല്ലാ നാട്ടിലും പെട്ടവർക്ക് പോകണം. അപ്പൊ കുറച്ച് ലിമിറ്റ് വെക്കേണ്ടി വരും. അപ്പൊ കൊപ്പത്തുള്ള മൊത്തം ആളുകൾക്ക് പോകാൻ ബോധ്യമുണ്ടെങ്കിൽ ഒരു 32 ആളെ ഇക്കൊല്ലം ഇബ്രാഹിം വിളിച്ചിട്ടുള്ളൂ. അല്ലാഹു അവർക്ക് റാഹത്തോട് കൂടെ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അവർ നമുക്കൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അവരോട് ഞങ്ങൾക്കൊക്കെ ദുആ ചെയ്യണം. അല്ലാഹുവേ, വളരെ പൂർണ്ണതയോടുകൂടെ നിർവഹിക്കാൻ അവർക്കും തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഒരു കാര്യം, അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുമ്പോൾ നമുക്കും വേണമല്ലേ ആ ഒരു പാപ സുരക്ഷിതത്വം. ഖതാ കോയി നഹീ ചോടി कभी खता कोई नहीं छोड़ी कभी इस्यान नहीं छोड़ा. എല്ലാ മനുഷ്യന്മാരുടെ സ്ഥിതി തന്നെയാണ്. കാലങ്ങളൊക്കെ കുറെ തെറ്റുകളും തിന്മകളൊക്കെ കയറി മേയുമ്പോ എന്ത് ദോഷങ്ങൾ കണ്ടാലും ചെയ്യാനുള്ള താല്പര്യമാണ് ആളുകൾക്ക് ഇന്ന് കൂടുതൽ. അള്ളാഹ് നോക്കുന്നുണ്ട് എന്ന ഭക്തിയോട് പേടിയോട് മാറി നിൽക്കാനല്ല എല്ലാവർക്കും ഇൻട്രസ്റ്റ്. ഖതാ കോയി നഹീ ചോടി കഭി ഇസ്യാൻ നഹീ ചോടാ. പലപ്പോഴായി നന്നാകണമെന്ന് കൊതിയുള്ളപ്പോഴും റബ്ബേ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത പോലെ ബസ് അബ് കർത്താ ഹൂ മേ തൗബ ഇലാഹി ദർഗുസർ കർ ദേ. ഞാനിപ്പോഴിതാ തൗബയുടെ മുഖവുമായി മാനസാന്തരം സംഭവിച്ച ഒരു സ്ഥിതിയുമായി നിന്നിലേക്ക് നടന്നു വരികയാണ്. അവസരങ്ങൾ ഒരുപാടുണ്ട്, ഉപയോഗപ്പെടുത്തണം. ഒന്ന്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നേരത്തെ എത്തലാണ്. ഇന്നലക്കും ഫീ കുല്ലി ജുമുഅത്തിൻ ഹജ്ജത്തുൻ വ ഉംറ. എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്കൊരു ഹജ്ജുണ്ട്, ഒരു ഉംറയുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജ്ജിന് തൗഫീഖ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമല്ല, എല്ലാ ആഴ്ചയിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാ നാട്ടിലും കിട്ടണല്ലോ. അതെങ്ങനെയാണ് ഹജ്ജ് ലഭിക്കുക? അതെങ്ങനെയാണ് ഉംറ ലഭിക്കുക? മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇത് ജീവിതത്തിൽ നമുക്ക് കാണണം. ഇത് വെറുതെ ചെലവില്ലാതെ കിട്ടുന്ന, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നേടാൻ കഴിയുന്ന ഒരു സമ്പാദ്യമാണ്. ഹബീബായ നബിതങ്ങൾ പറയുന്നതിന്റെ വിവക്ഷ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഫൽ ഹജ്ജ അൽ ഹജീറു ലിൽ ജുമുഅ. ജുമുഅക്ക് വേണ്ടി അതിരാവിലെ കുളിച്ചു വൃത്തിയായി നേരത്തെ പള്ളിയിലെത്തലാണ് പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം ലഭ്യമാകാൻ അടിമകൾ ചെയ്യേണ്ടത്. വാങ്ങി കൊടുത്തിട്ട് ആ കുളി തുടങ്ങുക. ഇപ്പൊ മൂലേറെ പ്രസംഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മാനേശ്വറുണ്ട്,
അത് കഴിഞ്ഞിട്ട് നീണ്ട ഖുതുബുണ്ട്. എന്നിട്ടല്ലേ ഇപ്പൊ നിൽക്കാറുള്ളൂ. പുകനെ കിട്ടാറുള്ളൂ. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് മുത്തനബി തങ്ങൾ പറഞ്ഞത്, നേരത്തെ എത്തിയ ആളുകൾക്ക് ഒരു ഒട്ടക അറുത്തെടുത്തില്ല, പിന്നെ എത്തിയ പോത്താണ്, പിന്നെ എത്തിയ ആടാണ്, പിന്നെ എത്തിയ കോഴിയാണ്. ബാങ്കിന്റെ തൊട്ട് മുമ്പിൽ എത്തിയ ഒരു കോഴിമുട്ട കിട്ടുക. ഒരു വെള്ളിയാഴ്ച ഒരു കോഴിമുട്ട പോലും കിട്ടാത്ത നോമാണ് നമ്മൾക്കിടയിൽ 90%. ഹജ്ജ് പോട്ടെ, കുറച്ചൊക്കെ നമ്മൾ ആഖിറം ആലോചിക്കണ്ടായിരുന്നു. ദുനിയാവിലെ ഓട്ടവും ചാട്ടവും തന്നെ മതിയോ? നമ്മളെ മൂക്കിലൊക്കെ പഞ്ഞി വെക്കുന്ന ഒരു സമയം വരുമല്ലോ. ഉണർത്തലാണ് എന്റെ ഡ്യൂട്ടി. അള്ളാഹു ശ്രദ്ധിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെയോ ഉംറ ലഭിക്കാനുള്ള അവസരം ഹബീബായ നബി തങ്ങളുടെ ഈ ഹദീസിന്റെ വിവക്ഷ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഇന്തിവാറു ഇലൽ അസ്രി ബഅദൽ ജുമുഅ. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും അനുബന്ധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം പള്ളിയിലെത്തി അസ്ർ ബാങ്കും ജമാഅത്തും കാത്തുനിന്നാൽ ഒരു മുതൽ മുടക്കുമില്ലാതെ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആവശ്യമുള്ളവർക്ക് ചെയ്തോളി. എപ്പോഴും ഓർമ്മപ്പെടുത്താൻ ആളുണ്ടാവില്ല കേട്ടോ. നേരം കഴിഞ്ഞാൽ അന്ന് ചെയ്തെങ്കിൽ എന്ന് തലയിൽ കൈവച്ച് ആലോചിച്ചാലും പിന്നൊരു ചാൻസ് അല്ലാഹു തന്നുകൊള്ളണമെന്നില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ തമ്പുരാനെ. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വിജ്ഞാന സദസ്സിൽ പങ്കുകൊള്ളുന്നതും ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി ലഭിക്കാൻ കാരണമാണ്. മഹാനായ തബറാനി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ ഗദാ ഇലൽ മസ്ജിദി, ഒരാൾ പള്ളിയിലേക്ക് ഒരു ദിവസം നേരത്തെ പോയാൽ, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പഠിക്കണം എന്നാണ് അയാളെ നിയ്യത്ത് എങ്കിൽ, ഔ യുഅല്ലിമഹു, അതല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കലാണ് അയാളുടെ ഉദ്ദേശം എങ്കിൽ, കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജതുഹു, പൂർണ്ണമായ ഹജ്ജ് ചെയ്ത ഒരാളുടെ പുണ്യമാണ് അയാൾക്ക് അല്ലാഹു നൽകുന്നത് എന്ന് നമ്മുടെ പള്ളിയിൽ അതിന് അവസരമുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ പരിശുദ്ധമായ ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് ഇവിടെ. ആവശ്യക്കാർക്ക് ഉപയോഗപ്പെടുത്താം. നിർബന്ധപൂർവം ആരെയും തള്ളിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയില്ല. സ്വർഗത്തിലേക്ക് വഴിവെട്ടി തെളിയിക്കാൻ എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്യുക എന്നുള്ളതാണല്ലോ ഞങ്ങളിലൊക്കെ അർപ്പിതമായിട്ടുള്ളത്. വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നമ്മളെ കൊണ്ടറിയുന്നത് എല്ലാം അറിയുമെന്ന് ഒരാൾക്കും ശാഠ്യം പിടിക്കാനാകില്ല. നമ്മളൊക്കെ വളരെ നിസ്സാരക്കാരാണ്. അറിയുന്നത് പറഞ്ഞു തരും, ഇല്ലാത്തത് നമ്മുടെയൊക്കെ ഉസ്താദുമാരോട് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി അതും നിങ്ങൾക്ക് സംശയം ദൂരീകരിച്ചു തരും. ഏത് സംശയങ്ങളും ചോദിക്കാം. ആർക്കും മുഴുവനായി അറിയുന്നവരില്ല. അങ്ങനെ ഒരു പൂർണ്ണതയുള്ള ഒരാൾ ലോകത്തൊന്നേ വന്നിട്ടുള്ളൂ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ്. 40 ചോദ്യമായിരുന്നു. ഒരിക്കൽ പണ്ഡിതന്മാർ വന്ന് വിജ്ഞാനത്തിന്റെ ആഴം പരപ്പ് പരിശോധിക്കാൻ കയറി വന്ന് ചോദിച്ചത് 40 ചോദ്യങ്ങളിൽ 36 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞില്ല. 4 എണ്ണത്തിന് മാത്രമേ പറഞ്ഞുള്ളൂ. ലോകത്തൊരാളും പറഞ്ഞില്ല. മാലിക്കി മദ്ഹബ് അപൂർണമാണ്. കാരണം മാലിക്കി ഇമാമിന്റെ പോരാ. 40 ചോദ്യത്തിൽ 4 ചോദ്യം ഉത്തരം. അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. കാരണം അറിവങ്ങനെയാണ്. പൂർണ്ണത റബ്ബിൽ മാത്രം നിക്ഷിപ്തമാണ്. വഹിയിറങ്ങിയ മുത്തുനബിതങ്ങളിൽ നിക്ഷിപ്തമാണ്. അതല്ലാത്തവർ മുഴുവനും അപൂർണരാണ്. അതുകൊണ്ട് അറിയുന്നത് പഠിപ്പിച്ചു തരും. ഇൽമിന്റെ മജ്‌ലിസിൽ വന്നാൽ പൂർണ്ണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലം അവർക്കുണ്ട് എന്ന് ഹബീബായ പരിശുദ്ധ റസൂൽ. ജമാഅത്തുകൾക്ക് വരുന്നവർക്ക് റിസ്ക് ഇല്ലാത്ത പണിയാണ്. പഠിച്ചവനെ അത്ര മലമറിച്ച് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് വേണോ ഹജ്ജിന്റെ കൂലി? ആരും അറിയിക്കണ്ട. അള്ളാഹ് മനസ്സ് കണ്ടറിഞ്ഞിട്ടുള്ള ചില അമലുകൾക്ക് അവസരം തരികയാണ്. ചെയ്യാനാവില്ല, എന്ത് ചെയ്യാൻ?
ഹബീബായ നബി തങ്ങൾ പറയുന്നു, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ, ജമാഅത്ത് ലഭിക്കാൻ ഏതെങ്കിലും ഫർദ് നമസ്കാരങ്ങളുടെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലോ അതല്ലെങ്കിൽ ജമാഅത്ത് നിലനിർത്തപ്പെടുന്ന സ്ഥലത്തേക്ക് ഒരാൾ നടന്നു പോകുന്നുവെങ്കിൽ ഫഹിയ കഹജ്ജ. ഹബീബല്ലേ പറയുന്നത്, മുത്തനബിതങ്ങൾ ആളെ പറ്റിക്കുന്ന വർത്തമാനം പറയാറില്ലല്ലോ. അത് ഹജ്ജിന്റെ കൂലിയാണ്. വളരെ റിസ്ക് എടുത്ത് കാൽമുട്ട് വേദനയും മൂല ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ പള്ളികളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് പോകുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇത് കേട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കും പഠിച്ചവനെ ഒരു നേരത്തെ ഹജ്ജെന്തിനാ കളയണം, നമ്മളെന്താ ആലോചിക്കണത്, പഠിച്ചവനെ ഒരു ദിവസം ഒരു ഹജ്ജൊക്കെ മതി, കൂടുതലൊന്നും വേണ്ട എന്നാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ബോധം നൽകണേ അല്ലാഹ്. പിന്നെയോ ഒരു സുന്നത്തായ നമസ്കാരത്തിന്റെ ജമാഅത്തിനാണ് ഒരാൾ പോകുന്നത് എങ്കിൽ അതൊരു സുന്നത്തായ ഉംറ ചെയ്ത പുണ്യമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഒരുപാട് ഹജ്ജും ഉംറയും പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മങ്ങൾ ഒട്ടേറെ ഹബീബായ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലെത്തുക, അതേ സ്ഥലത്തിരുന്ന് സൂര്യോദയം വരെ ദിക്റിലും ഫിക്റിലും ശുക്റിലും നല്ല കാര്യങ്ങളിലുമായി കഴിച്ചു കൂട്ടുക, ദുആ നമസ്കരിച്ചു പിരിയുക, അവർക്ക് പൂർണ്ണമായ ഉംറയുടെ പുണ്യമുണ്ട് എന്ന് പുണ്യ റസൂൽ. അതുകൊണ്ട് ജീവിതത്തെ ശുദ്ധമാക്കുക, കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, മരണത്തിന് വേണ്ടി തൗബയോടെ കാത്തു നിൽക്കുക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു സഹോദരൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പഠിച്ചവനെ സദഖകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ മാസവും വിശപ്പ് രഹിത പദ്ധതിയിലേക്ക് 100 രൂപ തന്നയാൾ, അല്ലാഹുവേ നീ മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മകൾക്ക് നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അസുഖം മാറാൻ ദുആ ചെയ്യുന്നവർ പഠിച്ചവനെ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും മുറാദുകൾ നീ നിറവേറ്റണേ റബ്ബേ. ഗൾഫിൽ ജോലി ശരിയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർ റാഹത്തുള്ള ജോലി നൽകണേ റബ്ബേ. ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കഴിയുന്ന കുട്ടി പഠിച്ചവനെ പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാഹ്. ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഹജ്ജിന് യാത്ര പുറപ്പെടുന്നവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ലഭ്യമാകാനുള്ള മാർഗങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ വിധി കൂട്ടണേ തമ്പുരാനേ. ആമീൻ റഹ്മതിക യാ റഹ്മാനുർ റഹീം. ഉൽഹിയത്ത് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. 24 എണ്ണമാണ് ഇതുവരെ ഓഫർ ആയിട്ടുള്ളത്. ഒരു ഷെയറിനെ معاشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفروض. روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: إذا قلت لصاحبك أنصت والإمام يخطب يوم الجمعة فقد لغوت، فاسمعوا وأنصتوا رحمكم الله. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر.
أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله تمتد إليه إشارة العناصر ويلتجئ إليه مواد الأعراض والجواهر وأشهد أن لا إله إلا الله وحده لا شريك له لا تدرك ذاته عواطف النواظر وأشهد أن سيدنا ونبينا محمدًا صلى الله عليه وسلم عبده ورسوله شيد بحبائل الفكر جنون الخواطر وقيد بزينة السيرة أفهام أولي البصائر صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه وأعوانه وأتباعه الذين خلصوا أرواحهم من قبح الكبائر صلاة وسلاما دائمين متلازمين إلى يوم تبلى فيه السرائر أما بعد فيا أيها الذاكرون للموت والمقابر أوصيكم وإياي أولا بتقوى الله وهو يقبل التوبة والمعاذر ويعفو عن السيئات والصغائر يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين إخواني في الإسلام يعيش المرء على وجه الأرض آمنا مطمئنا سالما إما مؤمنا وإما كافرا إن كان يحيا ويعيش مع الحياة الطيبة سيكون له بعض الرجاء والرغبة إما يكون متعلقا بالدنيا وإما بالآخرة إن الله عز وجل يعلم إخفاء الصدور وإظهارها قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله إن الله عز وجل يفتح باب الحصول والبلوغ للرغبة إذا كان المؤمن اشتهى واشتاق إلى الله بنية خالصة تائبة صادقة وإلا سيرده إلى أعماق الخسران من هذه الأطماع الحج المبارك وحج البيت من استطاع إليه سبيلا إن كان المؤمن يشتغل بالدعاء كل أحيان وأوقات لله عز وجل يا رب وفقني للحج والعمرة المقبولتين والمبرورتين فيرزقه الله عز وجل إن شاء توفيق الحج مع الصحة والعافية
وإلا إن لم يشاء لم يرزقه الله عز وجل توفيق الحج، إما لعدم المال، وإما لقلة الزاد، وإما لبعد المسافة، وإما لوجود أي مانع من موانع الحج، أي الوصول إلى الكعبة البيت العتيق. فهذا الحال إن كان هذا العبد موفقا فعليه أن يحج حجا مقبولا مبرورا حيث ما استطاع، وإلا فعليه أن يدعو الله عز وجل لتوفيقه في المستقبل القادم. وعليه أن يشتغل أيضا فيما أعلن النبي صلى الله عليه وسلم بعض الأعمال التي فيها جزاء الحج والعمرة. يقول النبي صلى الله عليه وسلم: إن لكل جمعة حجة وعمرة. يقول المحدثون: ما هذا القول للرسول صلى الله عليه وسلم؟ هذا يحصل لكل عبد من العباد، أي من يجلس في البيت ويتجول في السوق ولا يقرب إلى المسجد؟ لا. يقول المحدثون، يقول النبي صلى الله عليه وسلم: إن من يوقر ويكرم الجمعة، أي هذا العمل، الخطبة والركعتين، إن الله عز وجل يوفقه لقبول هذا الجزاء والثواب. يقول المحدثون: التهجير إلى الجمعة، أي وإنه يأتي مغتسلا مبكرا إلى المسجد للجمعة وهو ينتظر، وقدم إلى المسجد قبل وقت الجمعة طويلا. إنه إذا استمع إلى الخطبة وأنصت، إنه رجع إلى بيته بعد إكمال ركعتين مع الإمام وخطبتين، وبعدهما الدعاء والأذكار وغيرها. إذا رجع إلى البيت يكتب الله في ديوانه جزاء الحج. وأيضا إذا انتظر بعد الجمعة في مسجده إلى العصر ولا يريد إلا الصلاة، إن الله يرزقه جزاء العمرة. وأيضا يقول النبي صلى الله عليه وسلم: من مشى إلى الجماعة لصلاة مكتوبة كتبه الله عز وجل حجة تامة. كم من أوقات وكم من أحيان وكم من الأيام رزقنا الله عز وجل الصحة للمشي والإقدام والإقبال، والله لا نستعملها ولا نستفيد منها لله عز وجل. يقول النبي صلى الله عليه وسلم: من مشى إلى تطوع كتبه الله عز وجل أجر عمرة نافلة. أيها العباد، قوموا إلى الله وكونوا مستمعين إلى أقوال الله عز وجل، تائبين منيبين مريدين للإطاعة والامتثال. وفقنا الله، جعلنا الله وإياكم من عباده الصالحين. كلام العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يسلم وجهه إلى الله وهو محسن فقد استمسك بالعروة الوثقى وإلى الله ترجع الأمور. ومن كفر فلا يحزنك كفره فإلينا مرجعهم فننبئهم بما
يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله العلي الغفور والولي الشكور، صلى الله على سيدنا محمد طلع علينا في الكواكب كالبدور، وعلى آله وأصحابه وأعوانه صلاة وسلاما دائمين متلازمين إلى يوم يبعث فيه من في القبور. أما بعد، فيا أيها الناس أوصيكم وإياي أولا بتقوى الله، إنه هو الصبور، واتقوه في الحزن والسرور، فإن التقوى هي مدار بهاء الدهور. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا، إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. صلوا وسلموا على سيدنا محمد صلى الله عليه وسلم مفشي مراحل الحضور. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على رسولك سيدنا محمد معلم الطهارة والطهور، وعلى آله وأصحابه وأعوانه الذين أصلحوا وأحسنوا فجزاهم الله الجنان والحور. اللهم ارض عن الخلفاء الراشدين المهديين، عن أولهم إمامنا أبي بكر الصديق، وعن ثانيهم إمامنا عمر بن الخطاب، وعن ثالثهم إمامنا عثمان بن عفان، وعن رابعهم إمامنا علي بن أبي طالب، وعن حمزة والعباس، وعن سائر أمهات المؤمنين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ووالدينا وأساتذتنا من النار، اللهم أعتقنا وإياهم من الديون والمظالم والنار، وأدخلنا وإياهم الجنة مع الأبرار يا عزيز يا غفار. اللهم اشفنا ومرضانا وارحمنا وموتانا، وفق من أرادوا السفر منا للحج والعمرة المقبولتين والمبرورتين مع الصحة والعافية مرارا يا ذا الجلال والإكرام برحمتك يا أرحم الراحمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون، ولذكر الله أكبر والله يعلم ما تصنعون.
الله